ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ചിരട്ട ഞാൻ വേണമെന്നും പറഞ്ഞു ഉമ്മാനെ കൊണ്ട് എടുത്ത് വെപ്പിച്ച് അതൊരു ചാക്ക് നിറയായി. ഇപ്പോൾ അത് എവിടെയെങ്കിലൊക്കെ പ്രയോഗിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഓരോ പണിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ പാവം ചെടികളിൽ എന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചിരട്ട വെച്ചിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കാണുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഈ തട്ടുമുട്ട് പരിപാടികളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിരട്ടയും മുളയൊക്കെ വെച്ചിട്ട് ഒരു ചെടിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടവർ പോലത്തെ സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പഴയ മുളയുടെ ചെറിയ കഷ്ണം എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ കയറ് ചുറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ട് ചുറ്റി എടുക്കണം. നമുക്ക് കിട്ടിയ കയറ് ഇത്തിരി പണിയായിരുന്നു. അത് കഷ്ണം പോലെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കേണ്ടി വന്നിട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചുറ്റാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചുറ്റണേ മുമ്പായിട്ട് അതിൻ്റെ മേൽവശത്തു കൂടി ഇങ്ങനെ ഇട്ടിട്ട് താഴ്ഭാഗം വരെയും ഒരു ചരട് ഇങ്ങനെ ഇട്ടിട്ടാണ് ബാക്കി ഏറ്റവും ഇങ്ങനെ ചുറ്റി തുടങ്ങണത് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിന് അടിയിൽ ഇങ്ങനെ സ്റ്റാൻഡൊന്നും പിടിപ്പിക്കണില്ല. വെറുതെ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിടണം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾക്ക് ആ ബാക്കിയുള്ള സ്പേസിലും എന്തെങ്കിലും ചെടി പിടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഡ്രില്ല് ചെയ്തിട്ട് ചിരട്ട പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്പൈറലായിട്ടുള്ള ഷേപ്പിൽ കിട്ടാൻ വേണ്ടി അതും ആദ്യം തന്നെ ഒരു തുണിയുടെ ചിരട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പിലാണ് അതും ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ പിടിപ്പിക്കുന്നത്. ആ വെള്ള കളറിൽ കാണുന്ന തുണിയുടെ ആ ഒരു ലെവലിലാണ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു മണ്ടത്തരം പറ്റിയത് ഡ്രില്ല് ചെയ്യുമ്പോൾ അപ്പം തന്നെ അവിടെ വെക്കാനുള്ള ചിരട്ട പിടിപ്പിക്കുക. അതായത് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തൊട്ടടുത്തുള്ളത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ആദ്യമേ തന്നെ എല്ലാം ഡ്രില്ല് ചെയ്ത് സ്ക്രൂ വെച്ച് കഴിഞ്ഞ് ചിരട്ട പിടിപ്പിച്ച് വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്ന് പിന്നെ രണ്ടാമത് അത് അഴിച്ച് പണിയേണ്ട വന്ന്. അപ്പോൾ അത് കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ പിടിപ്പിക്കുന്നത് എല്ലാം ഒരേ വലിപ്പത്തിലുള്ള ചിരട്ടയല്ല, അടിയിൽ നിന്ന് മേലോട്ട് പോകുന്നവരും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ചിരട്ട പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പോളിഷ് ചെയ്തൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ തിരക്കിനൊക്കെ ചെയ്ത കാരണം ഒരുപാടൊന്നും അങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതിന് ഡ്രെയിനേജിന് വേണ്ടി ഹോൾ ഇടാനും ശ്രദ്ധിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് സന്ധ്യയായി തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് വെളിച്ചമൊക്കെ കുറവായിട്ടാണ് ഇങ്ങനെ കാണാൻ, എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ ഇക്കാക്ക വന്ന് ഡ്രില്ല് ചെയ്ത് തന്ന് ഉപ്പ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് തന്ന് അങ്ങനെ രണ്ടുപേരുടെ ഹെൽപ്പോട് കൂടിയാണ് ഇത് മുഴുവനായിട്ട് തീർന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സ്ക്രൂ തീർന്നു പോയി. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഇതൊന്നും വാങ്ങാനും പറ്റില്ലല്ലോ. അത് കാരണം സ്ക്രൂ തീർന്നു പോയതുകൊണ്ട് നമുക്ക് ഏറ്റവും അടി വരെയും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോൾ പറ്റുകയാണെങ്കിൽ അവിടെയും കൂടി പിടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ഇതിപ്പോൾ പിറ്റേ ദിവസമുണ്ട് ചെയ്യുന്നത്. മണ്ണിട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാ ചകിരിച്ചോറും അതുപോലെ എന്തെങ്കിലും കമ്പോസ്റ്റോ ചാണകമോ എന്തെങ്കിലും മിക്സ് ചെയ്ത മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ടർട്ടിൽ വൈൻ്റെ ഈ ഒരു കളറാണ് പിടിപ്പിച്ചേക്കുന്നത്. പച്ച കളറിലുള്ള ചെടികൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയധികം എടുക്കാനായിട്ട് ഈ ഒരു ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിൽ ചെടി നട്ട് വന്നപ്പോൾ നമ്മുടെ പറക്കുന്നടുകയിലെ ബസ് അലങ്കരിച്ച പോലെ കാടിളകി പറഞ്ഞൊരു ഫീലായിരുന്നു കണ്ടപ്പോൾ. പിന്നെ പിറ്റേ ദിവസം വെയിലൊക്കെ ഒന്ന് ചെടിയൊക്കെ നിവർന്ന് നിന്നപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇതിൻ്റെ ഏറ്റവും താഴെ ഞാൻ ഗ്രീൻ ടർട്ടിൽ വൈനും പിന്നെ ഒരു ചെറിയൊരു മണി പ്ലാന്റിൻ്റെ കഷ്ണവും നട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് വളർന്നൊക്കെ വന്നു കഴിയുമ്പോൾ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടവർ. അടുത്തത് തന്നെ ഗ്രീൻ ടർട്ടിൽ വൈൻ്റെ ഒരു ഹാങ്ങിങ് പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രില്ല് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടായി ഒരു ചിരട്ട. തിരക്കിന് എടുത്തു കൊടുത്ത ചിരട്ടയാണെങ്കിലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാനിപ്പോൾ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 3 കണ്ണും തുളച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വേറൊരു ഹോളും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ സെൻറ്ററിൽ ഇട്ട് കൊടുത്തേക്കണം ആ ഒരു കുഞ്ഞ് ഹോളിൽ കൂടി ഈ ഒരു ചരട് കടത്തി വിടണം. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ചാക്കുനൂലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ കുറച്ചും കൂടി കട്ടിയുള്ള ചരട് ഉണ്ടെങ്കിൽ അത് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് തൂക്കിയിടാൻ പോകുന്നത്. അപ്പോൾ അതായിരുന്നു കുറച്ച് കട്ടിയുള്ളതായിരിക്കും നല്ലത്. ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിനി അത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടാം.
കണ്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ ആ കെട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്ന നൂലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കണ്ടോ അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ തൂങ്ങി കിടക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ചിരട്ട നല്ല റൗണ്ട് ഷേപ്പിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചാക്കിൻ്റെ കഷ്ണമാണ്. നമ്മൾ ഈ ചണം ചാക്ക് എന്നൊക്കെ പറയും. അങ്ങനത്തെ ചാക്കിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഈ ചിരട്ടയുടെ ഷേപ്പിൽ മുറിച്ചെടുക്കണം. അതേ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ആദ്യം ഇങ്ങനെ വെച്ചിട്ട് വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ വെച്ച് ഏകദേശം ഒരളവിൽ ഇങ്ങനെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അരികൊക്കെ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ കണ്ടില്ല, നമുക്ക് ഇതുപോലെ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെടി വെച്ചു സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ടർട്ടിൽ വൈനാണ് എടുത്തിട്ടുള്ളത്. ഇത് ആകുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണതുകൊണ്ട് ഇതിന് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുക. അതായത് അതിൻ്റെ ആ കടഭാഗം ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഞാനിപ്പോൾ ചകിരിച്ചോറും മണ്ണും കമ്പോസ്റ്റും കൂടി ഉള്ള ഒരു മിക്സ്ചറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കണതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കണ കമ്പോസ്റ്റാണ് ഞാൻ ചെടിക്കൊക്കെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും ഇത് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ചെടിക്ക് ന്യൂട്രിയൻസും എല്ലാം കൊടുക്കുന്നത് ഈ ഒരു മിക്സ്ചറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിനിട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒരുപാട് അങ്ങോട്ട് നിറച്ചിടാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇനി അത് പുറത്തോട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ള ചാക്കിൻ്റെ കഷ്ണം വെച്ചിട്ട് നൂലും സൂചിയും വെച്ചിട്ട് നമ്മൾ നേരത്തെ അരികത്തൊക്കെ ഇട്ടിരുന്ന ഓട്ടകളിലെ ഓട്ടയിൽ കൂടി കോർത്ത് കെട്ടാൻ പോണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തതിൽ ഒരു ഫോൾട്ടായിട്ട് തോന്നിയത് ആ സൈഡിലൊക്കെ ഇട്ട ഹോളുകൾ കുറച്ച് അകലം കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുന്നണ സമയത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ആക്കി നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചാക്ക്. അല്ലെങ്കിൽ വെള്ളമൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ഇങ്ങോട്ട് പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നൂല് നമ്മൾ 2 മടക്കിൽ എടുത്തിട്ട് സൂചിയിൽ കോർക്കുക. അപ്പോൾ തുന്നി വരുമ്പോൾ മൊത്തം 4 നൂലിൻ്റെ ഒരു കട്ടി അതിന് കിട്ടിക്കോളും. അപ്പോൾ അതിനാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ഇങ്ങനെ ക്രോസ് ചെയ്ത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. നമ്മുടെ ഈ കോർക്കലും കെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരികൊന്നും പുറത്തോട്ട് തുറച്ച് നിൽക്കാതെ ഉള്ളിലേക്ക് ഇത് അമർത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂല് ക്രോസ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഹാങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ കാണുന്ന ആ വലിയ ഹോൾസിൽ കൂടിയാണ് നമ്മൾ വളരെ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സാധാ ചെടിയൊക്കെ ഹാങ് ചെയ്യുന്ന സ്ഥലത്ത് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഞാൻ എടുത്ത ചിരട്ടയുടെ ഷേപ്പ് കറക്റ്റ് റൗണ്ട് അല്ലാത്തതുകൊണ്ടാണ് ഒരു സൈഡിന് ഇങ്ങനെ ഒരു ചെരിവ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഞാൻ ചെടികളിൽ മുറിച്ചപ്പോഴും ആ ഒരു സൈഡിലേക്കുള്ളത് കുറച്ചുകൂടി നീളമുള്ളത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തത്. കറക്റ്റ് റൗണ്ട് സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരേ ലെങ്ത്തിൽ കിടക്കണ പോലെ ഇടാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു ഹാങ്ങിങ് ബോട്ടിൻ്റെ താഴെ തന്നെ ഇതും കൂടിയും തൂക്കിയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുത്തതാണ്. അപ്പോൾ അതും ഇതുപോലെ കുറച്ച് ചിരട്ടയും മുളയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതിപ്പോൾ സാധാരണ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റിലോ പാത്രത്തിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പാഴ്വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്, പുറത്ത് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും പച്ചപ്പൊക്കെ തിങ്ങി നിൽക്കുന്നത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുറത്ത് ഇതുപോലെയൊക്കെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.